നിങ്ങൾ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ മാൻ കീപ്പിംഗ് എന്ന വാക്ക് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുമ്പോൾ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നിയേക്കാം. ഒരു ബന്ധത്തിൽ സ്ത്രീകൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഏറ്റെടുക്കേണ്ടി വരുന്ന വൈകാരികവും സാമൂഹികവും മാനസികവുമായ പരിപാലനത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ റൊമാൻറ്റിക് ആംഗ്യങ്ങളോ കണ്ണിൽ കാണുന്ന വീട്ടുജോലികളോ അല്ല, മറിച്ച് പങ്കാളിയുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പിന്നണിയിൽ ചെയ്യേണ്ടി വരുന്ന, എന്നാൽ ചെയ്യുന്ന സ്ത്രീയെ പതിയെ ഊറ്റിക്കളയുന്ന നിശബ്ദമായ ദിനചര്യകളാണ്. ഈ വാക്ക് പുതിയതാണെങ്കിലും ഈ സ്വഭാവം കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ അദൃശ്യമായ ഭാരത്തിന് ഒരു പേര് ലഭിച്ചതോടെയാണ് വർഷങ്ങളായി തങ്ങളുടെ ബന്ധങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പല സ്ത്രീകൾക്കും പെട്ടെന്നൊരു വെളിപാട് പോലെ മനസ്സിലായത്. ഓ, അപ്പോൾ ഇതാണല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന തിരിച്ചറിവ്. വെറുമൊരു സോഷ്യൽ മീഡിയ ട്രെൻഡിനപ്പുറം ബന്ധങ്ങളിലെ ലിംഗപരമായ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് ഒരു വലിയ സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. മാൻ കീപ്പിംഗ് എന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയെ സ്ഥിരതയുള്ളവനാക്കാനും ചിട്ടയുള്ളവനാക്കാനും സാമൂഹികമായി പ്രവർത്തിക്കാനും വൈകാരികമായി ബോധവാനായിരിക്കാനും വേണ്ടി ചെയ്യുന്ന തിരശീലയ്ക്ക് പിന്നിലെ ജോലിയാണ്. ഒരു ബന്ധത്തിൻ്റെ ചെക്ക് ലിസ്റ്റിൽ ഒരിക്കലും ഇടം പിടിക്കാത്തതിനാൽ കാലക്രമേണ അതേതാണ്ട് അദൃശ്യമായി തന്നെ തുടരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട തീയതികൾ, ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റുകൾ, ബില്ലുകൾ അടയ്ക്കാനുള്ള സമയം എന്നിവയെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഹ്യൂമൻ കലണ്ടറാകുന്നത് ഉൾപ്പെടുന്നു. ഒരു സുഹൃത്തിനെ വിളിക്കാനോ ബന്ധുക്കൾക്കൊരു സമ്മാനം നൽകാനോ സാമൂഹിക പരിപാടികളിൽ എങ്ങനെ പെരുമാറണമെന്ന് ഉപദേശിക്കാനോ ഉള്ള നിരന്തരമായ പ്രേരണ നൽകുന്ന സാമൂഹിക സാരഥ്യവും ഇതിൻ്റെ ഭാഗമാണ്. കൂടാതെ പങ്കാളിക്ക് തൻ്റെ മാനസികാവസ്ഥ സ്വയം മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്ന വൈകാരിക ഷോക്ക് അബ്സോർബർ ആകേണ്ടിയും വരും. ഒരു സുഹൃത്തിനെ വിളിക്കാനോ ബന്ധുക്കൾക്ക് ഒരു സമ്മാനം നൽകാനോ സാമൂഹിക പരിപാടികളിൽ എങ്ങനെ പെരുമാറണമെന്ന് ഉപദേശിക്കാനോ ഉള്ള നിരന്തരമായ പ്രേരണ നൽകുന്ന സാമൂഹിക സാരഥ്യവും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പങ്കാളിക്ക് തൻ്റെ മാനസികാവസ്ഥ സ്വയം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങളെ പ്രതികരിക്കുകയും ചെയ്യുന്ന വൈകാരിക ഷോക്ക് അബ്സോർബർ ആകേണ്ടിയും വരും. ജന്മദിനങ്ങൾ, ഒഴിവുകാല യാത്രകൾ, ഡേറ്റ് നൈറ്റുകൾ എന്നിവയെല്ലാം ആസൂത്രണം ചെയ്യാനുള്ള മുഴുവൻ ഉത്തരവാദിത്തവും ഏറ്റെടുക്കുന്നതിലൂടെ നിങ്ങൾ ഒരു ഇവൻ്റ് പ്ലാനറായി മാറുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, മിക്കവാറും എല്ലാ പുരുഷന്മാരും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും എന്നതാണ്. എന്നിട്ടും സ്ത്രീ ഈ റോൾ ഏറ്റെടുക്കുമ്പോൾ നിർബന്ധിതയാവുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായി അതിലേക്ക് എത്തിച്ചേരുകയോ ചെയ്യുന്നു. രണ്ടുപേർക്കും വേണ്ടി ഒരുമിച്ച് കരുതലെടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് എന്ന് സമൂഹം അവരെ പഠിപ്പിക്കുകയും അത് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മാൻ കീപ്പിങ്ങിനെ കുറിച്ച് പുതിയതായി ഒന്നുമില്ല എന്ന സത്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലമുറകളായി സ്ത്രീകൾ നിശബ്ദമായി ഈ റോൾ ചെയ്തു പോരുന്നു. അമ്മമാർ, കാമുകിമാർ, ഭാര്യമാർ, എന്തിന് കുടുംബത്തിൻ്റെ വൈകാരിക കാര്യങ്ങൾ സംഘടിപ്പിച്ച മുതിർന്ന സഹോദരിമാർ പോലും. ഇതിന് ഒരു പേരുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഒരു പ്രതിഭാസത്തിന് ഒരു പേര് ലഭിക്കുമ്പോൾ നമുക്കൊടുവിൽ അതിലേക്ക് വിരൽ ചൂണ്ടാൻ കഴിയും. ഒരുപാട് സ്ത്രീകൾ വർഷങ്ങളായി നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ചെറിയ കാര്യങ്ങൾ ഒരിക്കലും ചെറുതായിരുന്നില്ലെന്ന് തിരിച്ചറിയുന്നത് ഈ ഘട്ടത്തിലാണ്. അവ സ്ഥിരമായതും അദൃശ്യവുമായ ഉത്തരവാദിത്തങ്ങളായിരുന്നു. ഒരു സാധാരണ ദിവസം ജീവിക്കാൻ ആവശ്യമായ മാനസിക ശേഷിക്ക് പുറമെ ഈ ഉത്തരവാദിത്തങ്ങൾ കൂടി വഹിക്കുമ്പോൾ സ്ത്രീകളുടെ വ്യക്തിപരമായ ഊർജം അതിവേഗം ചോർന്നു പോകുന്നു. പ്രൊഫഷണൽ രംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തിൽ പോലും മാൻ കീപ്പിംഗ് ഒരു നിഴൽ പോലെ പിന്തുടരുന്നു. ഒരു കമ്പനിയിലെ CEO തൻ്റെ മീറ്റിങ്ങുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുകയും വലിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ വീട്ടിലെത്തിയാൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഒരു ജന്മദിന കാർഡ് അയക്കാനുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നതും അടുത്ത ആഴ്ചയിലെ ഫിറ്റ്നസ് ക്ലാസ് ബുക്ക് ചെയ്യുന്നതും അവരായിരിക്കും. സ്വന്തം കരിയറിലും വ്യക്തിപരമായ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യമായ അതേ മാനസിക ഇടം പങ്കാളിയുടെ കാര്യങ്ങൾ ഓർമ്മ വയ്ക്കാനും ചെയ്യിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. പലപ്പോഴും മാൻ കീപ്പിംഗ് തുടങ്ങുന്നത് സ്നേഹത്തിൽ നിന്നും കരുതലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സൗഹാർദ്ദപരമായ ഇടപെടലുകളായിട്ടോ ആയിരിക്കും. അവൻ മറക്കണ്ടല്ലോ, ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അവന് അത്ര ഓർമ്മശക്തിയില്ല, ഞാൻ തന്നെ ചെയ്തേക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. എന്നാൽ മാൻ കീപ്പിങ്ങിലെ യഥാർത്ഥ പ്രശ്നം അതിൻ്റെ തോതിലാണ്. ഒരു വ്യക്തി രണ്ടു പേർക്ക് വേണ്ടിയുള്ള വൈകാരിക ഭാരം വഹിക്കുമ്പോൾ അവർ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ നിശബ്ദമായി വർദ്ധിക്കുന്നു. സഹായിക്കുക എന്ന നിലയിൽ തുടങ്ങുന്നത് പതിയെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നായി മാറുന്നു. സ്നേഹപൂർവമായ ഒരു ആംഗ്യമായി തുടങ്ങുന്നത് പതിയെ പ്രതിഫലമില്ലാത്തതും അംഗീകരിക്കപ്പെടാത്തതുമായ രണ്ടാമതൊരു ജോലിയായി പരിണമിക്കുന്നു.
ഏറ്റവും പ്രധാനമായി മാൻ കീപ്പിംഗ് നിങ്ങളുടെ സമയം, മാനസിക ഇടം, വൈകാരിക ക്ഷേമം എന്നിവയെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ മറ്റൊരാളുടെ ജീവിതം നിരന്തരം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ പിന്തുടരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിത്തീരുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞർ ഈ അവസ്ഥയെ വൈകാരിക ചോർച്ച, അതായത് ഇമോഷണൽ എക്സോഷൻ എന്ന് വിളിക്കുന്നു. സ്വന്തം ഊർജം പങ്കാളിയുടെ കുറവുകൾ നികത്താൻ ഉപയോഗിക്കുമ്പോൾ സ്വന്തം ബാറ്ററി ചാർജ് ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയാതെ വരുന്നു. ഇത് ബന്ധങ്ങളിലെ അസംതൃപ്തിയിലേക്കും ദേഷ്യത്തിലേക്കും ഒടുവിൽ ബന്ധം തകരുന്നതിലേക്ക് വരെ നയിച്ചേക്കാം. മാൻ കീപ്പിങ്ങിനുള്ള മറുമരുന്ന് കരുതൽ ഇല്ലാതെയാക്കുക എന്നതല്ല, മറിച്ച് ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കിടുക എന്നതാണ്. പങ്കാളികൾ ആദ്യം ചെയ്യേണ്ടത് ഈ അദൃശ്യമായ ഭാരം നിലവിലുണ്ട് എന്ന് അംഗീകരിക്കുക എന്നതാണ്. ഈ അധ്വാനം കണ്ടില്ലെന്ന് നടിക്കുന്നത് നിർത്തുക. അടുത്തതായി, ഞാൻ ചെയ്യുന്നതാണ് എളുപ്പം എന്ന ചിന്താഗതി ഉപേക്ഷിച്ച് ചില ജോലികൾ പൂർണ്ണമായും പങ്കാളിയെ ഏൽപ്പിക്കുക. ഉദാഹരണത്തിന്, സാമൂഹിക കലണ്ടർ പൂർണ്ണമായും അദ്ദേഹം കൈകാര്യം ചെയ്യട്ടെ. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ക്ഷമയോടെ ഇരിക്കുക, അല്ലാതെ ഉടൻ തന്നെ ആ ജോലി തിരികെ എടുക്കാതെ ഇരിക്കുക. ഒരു ടാസ്ക് ചെയ്യുന്നത് മാത്രമല്ല പ്രധാനം, അത് ചെയ്യണം എന്ന ഓർമ്മ വെക്കുന്ന മാനസിക ഭാരം പങ്കിടുക എന്നതാണ് പ്രധാനം. നീ എന്നെ ഓർമ്മിപ്പിച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന നിലപാടല്ല. ഇത് എൻ്റെ ജോലിയാണ്, ഞാൻ ഓർമ്മ വെച്ചോളാം എന്ന സമീപനമാണ് ആവശ്യം. മാൻ കീപ്പിംഗ് എന്ന വാക്ക് ഒരു കുറ്റാരോപണമല്ല, മറിച്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു അസന്തുലിതാവസ്ഥയെ വിളിച്ചു പറയാനുള്ള ഒരു ക്ഷണമാണ്. ഈ സംഭാഷണം ആരോഗ്യകരവും തുല്യവുമായ പങ്കാളിത്തത്തിലേക്ക് മുന്നോട്ട് പോകാൻ എല്ലാ ബന്ധങ്ങളെയും സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കരുതൽ ഒരു ജോലിയാകുമ്പോൾ അത് സ്നേഹമല്ല, അത് അധ്വാനം തന്നെയാണ്.